കോടഞ്ചേരി കണ്ടപ്പഞ്ചാലിൽ പവർ ഹൌസ് പ്രൊജക്ട് പണി നടക്കുന്നിടത്ത് ശനിയാഴ്ച രാത്രി വീണ്ടും പുലിയെ കണ്ടെത്തി. പവർ ഹൌസിൽ സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് വീണ്ടും പുലിയുടെ ദൃശ്യം പതിഞ്ഞത്. വ്യാഴാഴ്ച വൈകുന്നേരം 3 പുലികളെ ഇതേ സ്ഥലത്ത് കണ്ടിരുന്നു. എന്നാൽ വീണ്ടും പ്രദേശത്ത് പുലിയെ കണ്ടെത്തിയത് ആളുകളിൽ ആശങ്ക ഉളവാക്കുന്നുണ്ട്. കോടഞ്ചേരി കണ്ടപ്പഞ്ചാലിൽ പവർ ഹൌസ് പ്രൊജക്ട് പണി നടക്കുന്നിടത്താണ് ശനിയാഴ്ച വീണ്ടും പുലിയെ കണ്ടെത്തിയതായിട്ടുള്ള ക്യാമറ ദൃശ്യം ലഭിച്ചത്. പവർ ഹൌസിൽ സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് വീണ്ടും പുലിയുടെ ദൃശ്യം പതിഞ്ഞത്. ശനിയാഴ്ച രാത്രി 8:06 ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്. കുറ്റിച്ചെടികൾക്കിടയിൽ കുറച്ചു സമയം പതുങ്ങിയിരുന്ന ശേഷം നടന്നു മാറുന്നതായാണ് ദൃശ്യത്തിലുള്ളത്. വ്യാഴാഴ്ച വൈകുന്നേരമാണ് മുമ്പ് ഇവിടെ പുലി എത്തിയത്. അമ്മയും കുഞ്ഞുങ്ങളും എന്നു കരുതുന്ന 3 പുലികളാണ് വൈകുന്നേരം 6:30 ഇതേ സ്ഥലത്ത് എത്തിയത്. ആദ്യത്തെ വീഡിയോയിൽ പുലി ജലവൈദ്യുതി പദ്ധതി പ്രദേശത്ത് ഇറങ്ങുകയും പിന്നീട് തിരിച്ചു പോവുകയുമാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ വീഡിയോയിൽ ഒരു പുലിയും 2 കുട്ടികളും കടന്നുപോകുന്ന ദൃശ്യവുമാണ് ഉള്ളത്. ആദ്യത്തെ വീഡിയോയിൽ കണ്ട പുലി തന്നെയാണ് കുട്ടികളുമായി മടങ്ങിയതെന്നാണ് സൂചന. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും 5 വാച്ചർമാരും ദ്രുതകർമ്മസേനയിലെ 4 അംഗങ്ങളും ഉൾപ്പെടെ 12 പേർ മേഖലയിൽ നിരീക്ഷണവും പട്രോളിംഗ് നടത്തുന്നുണ്ട്. കൂടാതെ കോഴിക്കോട് ഡെപ്യൂട്ടി കലക്ടർ സജിത്, താമരശ്ശേരി തഹസിൽദാർ MP സിന്ധു, കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് ചെമ്പകശ്ശേരി, താമരശ്ശേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ജനങ്ങൾക്ക് രാത്രിയാത്രയിൽ ജാഗ്രതാ നിർദ്ദേശവും കൊടുത്തിരുന്നു. എന്നാൽ വീണ്ടും പ്രദേശത്ത് പുലിയെ കണ്ടെത്തിയത് ആളുകളിൽ ആശങ്ക ഉളവാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.